ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സ് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ, അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് റീഡിങ്സിലോട്ട് പോകാം. സോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ജനറൽ ആയിട്ടുള്ള റീഡിങ്സ് ആണ്. സോ നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കാം. ആൻഡ് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് റീഡിങ്സിലോട്ട് പോകാം. നിങ്ങൾ 1 മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ്. സ്ലോലി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. പോസിറ്റീവ്സിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവ് ചിന്തകളിൽ നിന്നും മുക്തരാകുക. ഈ ഒരു റീഡിങ്സിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരേണ്ടതാണ്. സ്ലോലി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, Four of Wands, 9 of Swords, Queen of Swords, 9 of Cups, Ace of Cups, 3 of Swords, 7 of Swords, King of Wands, Emperor and Lovers card. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് കിങ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വന്നിരിക്കുന്നത് 4 ഓഫ് വാൺസ് ആണ്. അതെന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൈനാണ്. അതായത് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാനുള്ള പവറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സക്സസ്, ഇതെല്ലാം നിങ്ങളുടെ ചുറ്റിനും ഉണ്ട്. ഓക്കെ, ഒരു സെലിബ്രേഷനുള്ള ഇതായാലും എല്ലാം നിങ്ങൾക്ക് സറൗണ്ട് ചെയ്ത് ഉണ്ട്. ആൻഡ് അതിൻ്റെ കൺട്രോൾ ഉള്ളത് നിങ്ങളുടെ കയ്യിലാണെന്നുള്ളതാണ്. സോ ആ ഒരു പവർ നിങ്ങൾക്കുള്ളിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ വേണം ആ ഒരു നിങ്ങളുടെ ആ ഒരു ഡ്രീംസൊക്കെ റിയാലിറ്റി ആക്കി മാറ്റേണ്ടത് നിങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷെ എന്തൊക്കെയോ നിങ്ങളെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് സെക്കൻഡ് കാർഡിൽ നമുക്ക് 9 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. സോ അത് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം സാധിക്കാത്തതിന് മെയിൻ റീസൺ അല്ലെങ്കിൽ ബ്ലോക്കേജ് എന്ന് നോക്കുമ്പോൾ 9 ഓഫ് സോർട്സ്, അതായത് ഓവർ തിങ്കിങ് തന്നെയാണ് പ്രശ്നം. ഉറക്കമില്ലാത്ത രാത്രികൾ, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ കയറി വരിക, ആങ്സൈറ്റി, ഇതൊക്കെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മെയിൻ ബ്ലോക്കേജസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ സ്റ്റക്കായിരിക്കുന്നുണ്ട്, ഒരുപാട് ഭയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ കൂടിയും നിങ്ങളുടെ ഭയമാണ് വിശ്വാസത്തിനേക്കാൾ കൂടുതൽ ഒരു പടി കയറി നിൽക്കുന്നത്. സോ അതാണ് നിങ്ങളെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് നടക്കാതെ പോകുന്നതിന് മെയിൻ റീസൺ അത് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് ഡിലേ ആകുന്നതിന് കാരണം നിങ്ങളുടെ ഈ ഒരു മെൻ്റലി ഉള്ള ഒരു സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വീൻ ഓഫ് സോർട്സ്, അതായത് ഇത് നിങ്ങൾക്കൊരു എന്താ പറയുക, ഈ ഒരു ടൈം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്തിരിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ ചെയ്യേണ്ട ആക്ഷൻസ് എന്താണ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തിനോടെങ്കിലും ഭയമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭയം നിങ്ങൾ ഓവർകം ചെയ്താലേ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ എത്ര ഇതെന്ന് പറഞ്ഞാലും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക, അല്ലാതെ വേറെ നിവൃത്തിയില്ല. അതാണ് ഈ ഒരു കാർഡ് നമ്മളടുത്ത് പറയുന്നത്. ഈ ഒരു ഇമോഷണലി ഉള്ള ഈ കാര്യങ്ങളിലൊക്കെ സ്റ്റക്കായിരിക്കാണ്ട് ഈ ഒരു ഇമോഷണൽ ഇത് മാറ്റി വെച്ചിട്ട് ലോജിക്കലി ചിന്തിച്ച് ബോൾഡും അതുപോലെ തന്നെ സ്മാർട്ടായിട്ടുള്ള ആക്ഷൻസൊക്കെ എടുക്കേണ്ട ടൈമാണ്. എടുത്തു ചാടി ഒരു ഇതെടുക്കണം എന്നല്ല പറയുന്നത്, ചിന്തിച്ചിട്ട് ഒരു കാര്യം എടുക്കുക. ഈ ഒരു നിങ്ങളുടെ ഈ ഒരു അനാവശ്യ ചിന്തകളെയൊക്കെ താൽക്കാലികമായി മാറ്റി വെച്ചാലേ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കത്തുള്ളൂ.
അതിനുശേഷം നമുക്ക് 9 ഓഫ് കപ്സാണ് വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഓവർ തിങ്കിങ്ങിനെയൊക്കെ നിങ്ങൾ ഓവർകം ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ആ ഒരു വ്യക്തതയോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി ഉറപ്പായും എത്തും എന്നുള്ളതാണ് ആ ഒരു കാർഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ്. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, അതെന്ന് പറയുമ്പോൾ ഒരു ഫ്രഷ് ഇമോഷണൽ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു സെൽഫ് ലവ് ആകാം, അല്ലെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പ് ആകാം, എന്തോ നിങ്ങൾ ആ ഒരു ഇമോഷണലി നിങ്ങൾ കുറച്ചുകൂടെ ഇതാകാൻ പോകുന്നു. ഓക്കെ, കുറച്ചുകൂടെ ഒന്ന് കണക്റ്റഡ് ആവാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി വരാൻ പോകുന്നു എന്നുള്ളത്. 3 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പെയിൻ്റെ ഒരു കാർഡാണ്. അതായത് ഒരു ബ്രേക്കപ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസിങ്ങിൻ്റെയൊക്കെ ഒരു കാർഡാണ്. അതിനുശേഷം 7 ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. സോ അത് പറയുന്നത് ചില വ്യക്തികൾ നിങ്ങളെ ഹേർട്ട് ചെയ്യും, ആൻഡ് അവർ നിങ്ങളിൽ നിന്നും അകന്നു പോവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ലൈഫിൽ ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടാവേണ്ട സമയമാണിത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിൽ നിന്നും മാറിപ്പോവുക എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ആ ഒരു കാർഡ് നമുക്ക് തരുന്ന സന്ദേശം. അപ്പം നിങ്ങളെ എനർജി അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആരാണ്? നിങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടോക്സിക് പീപ്പിൾസിനെയൊക്കെ മനസ്സിലാക്കുക, നിങ്ങൾ അവെയറായിട്ടിരിക്കുക, നിങ്ങൾ ആരെ ട്രസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളതിൽ നിങ്ങൾക്കൊരു ബോധ്യം വേണമെന്നുള്ളതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് കിങ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞിരുന്നു, ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് മാനിഫെസ്റ്റേഷൻ്റെ കാർഡായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. സോ അതിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകുമെന്നുള്ളതാണ്. ആ ഒരു ഫിയർ ഒന്നും പിന്നെ ഉണ്ടാവത്തില്ല. നിങ്ങൾ ആ ഒരു ലീഡർഷിപ്പ് റോളിലായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാകുക. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതിൻ്റെ അങ്ങ് സുപ്രീം ലെവലിലേക്ക് നിങ്ങൾ എത്തുമെന്നുള്ളതാണ്. ആൻഡ് എംപറർ കാർഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ ഈ ഒരു എംപററിനെ പോലെ ആകണം. സോ എംപററിൻ്റെ ക്വാളിറ്റീസ് എന്താണ്? എംപറർ എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും ബോൾഡായിട്ടുള്ളൊരു വ്യക്തിയാണ്, സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ്, അതുപോലെ സ്റ്റേബിളും കോൺഫിഡൻറ്റും ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. സോ അതുപോലെ ആവണം, ആ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. അത് നിങ്ങൾ മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ, നിങ്ങൾക്ക് ആ ഒരു എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തി ഇരിക്കുന്ന കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു ബോസ് ആ ഒരു കൈൻഡ് ഓഫ് ഇതിലാണ് ആ ഒരു വ്യക്തി ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളായിരിക്കണം ആ ഒരു ലീഡർ എന്ന് പറയുന്നത്. ആൻഡ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇൻചാർജ് എടുക്കേണ്ടത് നിങ്ങളാണ് എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി നമുക്ക് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാർഡ് പറയുന്നത് നിങ്ങൾക്കുള്ള സോൾമേറ്റ്, ഓക്കെ, നിങ്ങൾക്കുള്ള ആ ഒരു സോൾമേറ്റ് നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു സോൾമേറ്റിൻ്റെ എനർജി വരാൻ പോകുന്നു എന്നുള്ളതാണ്. ആ ഒരു ഡിവൈൻ കണക്ഷൻ അതൊക്കെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങളിലേക്ക് എത്തും. പക്ഷേ ഇതൊക്കെ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഡിലേ ആയി പോകുന്നല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എന്തോ കാര്യം ചെയ്തില്ല. അപ്പോൾ നിങ്ങളത് ചെയ്യാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ഡിലേ ആയി പോകുന്നത്, അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്താത്തതിൻ്റെ മെയിൻ റീസൺ അത് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച് നോക്കൂ. ഉറപ്പായും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഉടനെ തന്നെ നടക്കും. പിന്നെ ചില കാര്യങ്ങൾ ആ ഒരു ഡിവൈൻ ടൈമിങ് അല്ലെങ്കിൽ റൈറ്റ് ടൈമിങ്ങിൽ നടക്കുമെന്ന് പറയുന്ന കണക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, ബാക്കി യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് കിങ് ഓഫ് സോർട്സ് ആണ്. ഓക്കെ, അപ്പം ആ ഒരു മെയിനായിട്ടുള്ള നിങ്ങളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു ഓവർ തിങ്കിങ് ആണ്. അപ്പോൾ ഈ ഒരു ഓവർ തിങ്കിങ്ങിനെയൊക്കെ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കുറച്ചുകൂടെ മുന്നോട്ട് വരണം. നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ മാക്സിമം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ചിന്തകളെയൊക്കെ കൺട്രോൾ ചെയ്ത് ലൈഫിൽ മുന്നോട്ട് പോവുക. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഉടനെ തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോക്ക് ലൈക്ക് തരിക ആൻഡ് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ ഫാമിലിക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.